നിലവിലെ പകർച്ചപ്പനിയുടെ കാലത്ത് ചൈനയിലെ സ്ഥിതി അസാധാരണമല്ല. രോഗബാധയിലുണ്ടായ ഇപ്പോഴത്തെ കുതിച്ചുചാട്ടത്തിന് കാരണം ഈ സമയത്ത് പ്രതീക്ഷിക്കുന്ന സാധാരണ രോഗകാരികളായ RSV, HMPV എന്നീ ജലദോഷപ്പനി പടർത്തുന്ന വൈറസുകളാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ലഭ്യമായ എല്ലാ മാർഗങ്ങളിലൂടെയും ചൈനയിലെ സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നതിനൊപ്പം സമയബന്ധിതമായി പുതിയ വിവരങ്ങൾ പങ്കിടാൻ ലോകാരോഗ്യ സംഘടനയോട് കേന്ദ്ര സർക്കാർ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഇന്ത്യയുൾപ്പെടെ ലോകമെങ്ങും ഈ വൈറസുകൾ ഇതിനകം പ്രചാരത്തിലുമുണ്ട്. ജലദോഷപ്പനി പോലുള്ള അസുഖങ്ങൾ, തീവ്രവും കഠിനവുമായ ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ എന്നിവയ്ക്കെതിരെ ഇന്ത്യയിൽ ICMR, IDSP ശൃംഖലകൾ വഴി നിലവിലുള്ള ശക്തമായ നിരീക്ഷണ സംവിധാനങ്ങളുടെ വിവരങ്ങൾ ILI, SARI കേസുകളിൽ അസാധാരണമായ വർധനവ് കാണിക്കുന്നില്ല. അഡെനോ വൈറസ്, RSV, HMPV മുതലായവ മറ്റ് ശ്വസന വൈറസുകളുടെ പരിശോധനയും ICMR ശൃംഖല വഴി നടത്തിയെങ്കിലും സാമ്പിളുകളിൽ ഇവയുടെ അസാധാരണമായ വർധനവ് കാണിക്കുന്നില്ല. ഒരു മുൻകരുതൽ നടപടിയായി HMPV പരിശോധനാ ലബോറട്ടറികളുടെ എണ്ണം ICMR വർദ്ധിപ്പിക്കുകയും വർഷം മുഴുവൻ HMPV പ്രവണതകൾ നിരീക്ഷിക്കുകയും ചെയ്യും. ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളുടെ വർധന നേരിടാൻ രാജ്യം പൂർണ്ണ സജ്ജമാണെന്നാണ് രാജ്യത്തുടനീളം അടുത്തിടെ നടത്തിയ തയ്യാറെടുപ്പ് പരിശീലനത്തിന്റെ വിവരങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത്. ഉയർന്നുവരുന്ന ഏതൊരു ആരോഗ്യ വെല്ലുവിളിയോടും ഉടനടി പ്രതികരിക്കാൻ സജ്ജമാണെന്ന് ഉറപ്പാക്കിക്കൊണ്ട് രാജ്യത്തെ ആരോഗ്യ സംവിധാനങ്ങളും നിരീക്ഷണ ശൃംഖലകളും ജാഗ്രത പുലർത്തുന്നുണ്ട്. നാഷണൽ ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.